ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇഡലി സാമ്പാറും ഉണ്ടായിന്, 2 ഇഡലി സാമ്പാറും കഴിച്ചിട്ടുണ്ടായിന്. പിന്നെ ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഐസ്ക്രീം ഉണ്ടായിന്, അപ്പോൾ അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ ഐസ്ക്രീം കഴിച്ചു. ഞാനൊരു ചോക്കോബാർ കഴിച്ചിന്. നിമോഷും അമ്മിയിലും മറ്റേ പിസ്തേൻ്റെ കോൺ ഐസ്ക്രീമാണ് കേട്ടോ കഴിച്ചിന്. എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല, പക്ഷേ ചോക്കോബാർ പണ്ടേ നമ്മൾ വികാര ഐസ്ക്രീമാണല്ലോ, അപ്പോൾ അത് ഞാൻ ചോക്കോബാർ അയച്ചിട്ടുണ്ടായിന്. അങ്ങനെ വെറുതെ ഇരിക്കണ്ടെന്ന് കരുതി ഞാൻ മുഖത്തൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടാണ് കടലമാവും കോഫി പൗഡറും പിന്നെ നമ്മളെ ഫ്ലാക്സ് സീഡ്സ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിന്. അതും കൂടി ഇട്ടിട്ട് നല്ലൊരു ഫേസ് പാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ചിട്ടാണ് ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അത് നല്ലോണം മുഖത്തെല്ലാം ഒന്ന് പരട്ടിയിട്ടുണ്ടായിന്. അതൊരു 1/4 മണിക്കൂർ വെച്ചിട്ടുണ്ടായിന്. പിന്നെ തലയിൽ ഭയങ്കര താരനും ചൊറിച്ചിലെല്ലാമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു താളി ഇട്ട് കുളിക്കാം, ഷാമ്പൂ ഇടണ്ട വിചാരിച്ചു. താളി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെമ്പരത്തിൻ്റെ ഇല പറിക്കുന്ന അപാരതയായിട്ട് നിങ്ങളാണെന്ന്. പൂവൊന്നുമില്ല, ഇപ്പം എന്തോ പൂവെല്ലാം കുറവാണ്. അച്ഛൻ രാവിലെ പൂ പടിഞ്ഞേറ്റയിൽ ഇടാൻ പറിച്ചു കൊടുക്കുന്നതുകൊണ്ടാണെന്നും അറിയില്ല. അതുകൊണ്ട് 2-3 പൂവാന് കിട്ടീനി. പിന്നെ കുറച്ച് ചെമ്പരത്തിൻ്റെ ഇലയും ഞാൻ മിക്സിയിലാണ് ഇട്ട് അരച്ചിന്. പണ്ടല്ലേ ഇത് കൈകൊണ്ടാണ് തിരുമ്പി എടുക്കൽ, പക്ഷെ അന്നേരം അതിൻ്റെ കരടെല്ലാം ഉണ്ടാവും, ഇലയെല്ലാം ഉണ്ടാവും. പിന്നെ തലേന്ന് കളയൽ ഭയങ്കര പണിയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മിക്സിയിൽ അരച്ചെടുക്കാം, അപ്പോൾ അത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാമല്ലോ. അങ്ങനെ ഞാനത് മിക്സീൻ്റെ ജാറിലേക്കിട്ട് നല്ലോണം അരച്ചെടുത്തോട്ടെ. നല്ല പേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ താളി വെച്ചിട്ടൊന്ന് കുളിക്കണം. അപ്പോൾ ഞാൻ താളിയെല്ലാം തേച്ചിട്ട് വേഗം കുളിച്ചു കേട്ടോ. ചേർന്നതിന് ഉപ്പട്ടേ കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് താളി കൂടുതലുണ്ടായിന്. അപ്പോൾ കുറച്ച് അമ്മക്കും കൊടുത്ത് കുറച്ച് ഞാനും എടുത്ത് തേച്ചു കേട്ടോ. ഭയങ്കര ചൊറിച്ചിലാണ്. ഇപ്പോൾ ചൂടായതുകൊണ്ടാണെന്നും അറിയില്ല, വേർപ്പെല്ലാം അടിയുന്നതുകൊണ്ട് നമ്മൾ തലയിൽ ഫുൾ ചളിയും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഷാമ്പൂ ഇടേണ്ട, താളി വെച്ച് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് താളിയാക്കാൻ ഞാൻ മെനക്കെട്ടിന് കേട്ടോ. അപ്പോൾ എൻ്റെ കുളിയെല്ലാം കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ചോറിടാൻ പോകാമെന്ന്. അപ്പോൾ ഇന്ന് സാമ്പാറാണ് കേട്ടോ. അത് മെയിനായിട്ട് ഇന്ന് സാമ്പാറാണ്. പിന്നെ കാമ്പുപ്പേരി ഉണ്ടായി, നമ്മളെ വാഴപ്പിണ്ടി എന്നെല്ലാം പറയില്ല, അതിൻ്റെ ഉപ്പേരി ഉണ്ടായിന്. പിന്നെ ഇന്നലത്തെ കുറച്ച് ചീരുപ്പേരി ഉണ്ടായിന്. പിന്നെ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിന്, അച്ചാറുണ്ടായിന്. അപ്പോൾ അതെല്ലാം കൂട്ടി ചോറുണ്ട്. വൈകുന്നേരം പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചു. പിന്നെ ചായൻ്റെ കൂടെ ഇപ്പോൾ റസ്ക് ഇടക്ക് ഇന്നലുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ഡൊണേറ്റാണ്, ഇപ്പോൾ ഡൊണേറ്റ് കേക്ക് പറഞ്ഞിട്ട് കിട്ടാനുണ്ട്. അപ്പോൾ ഈ ഡൊണേറ്റ് കേക്ക് ഒരു പിസ്ത ഫ്ലേവറിലെ കുനാഫേൻ്റെ കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കുനാഫ കേക്ക്. പിന്നെ രാത്രി ഒരു മസാല ദോശയാണ് കഴിച്ചിട്ടുണ്ടായിന്. അച്ഛൻ മസാല ദോശ കൊണ്ടുവന്നിട്ടുണ്ടായിന്. മസാല ദോശയ്ക്ക് സാമ്പാറും ചട്നിയും ഉണ്ടായിന് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ടുള്ള മസാല ദോശയിൽ ബീട്രൂട്ട് ചേർക്കും, അതുകൊണ്ട് ഇതിൻ്റെ മസാല നല്ല ചുവപ്പ് കളറാണ് ഉണ്ടാവില്ല. ഇപ്പോൾ സാധാരണ കോഫി ഹൗസിലാണ് ഉണ്ടാവില്ല ഇങ്ങനെ ബീട്രൂട്ട് ചേർത്ത മസാല ദോശ. പക്ഷെ നമ്മളെ നാട്ടിലത്തെ പയ്യന്നൂരത്തെ അധികം മിക്ക കടകളിലെല്ലാം ബീട്രൂട്ട് ചേർത്ത മസാല ദോശയാണ് കേട്ടോ അപ്പോൾ കിട്ടൽ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലെ മസാല ദോശയും കഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയേ കഴിച്ചുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.